ഇന്നലെ നമ്മൾ സെറ്റുകളെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ എടുത്തു. ഇന്നലെ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സെറ്റ് ഇൻട്രഡക്ഷൻ എടുത്തു. പിന്നെ അതിന്റെ കുറച്ച് ഒന്ന് രണ്ട് ടൈപ്പുകൾ, ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, അങ്ങനത്തെ കുറച്ച് അതിന്റെ ഒരു ടൈപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ കുറച്ച് ഓരോ ടോപ്പിക് നമുക്ക് കവർ ചെയ്യാം. ആദ്യം ഈക്വൽ സെറ്റ്. എന്താണ് ഈക്വൽ സെറ്റ്? നമ്മളൊരു ട്രയാങ്കിളിന്റെ കേസിൽ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് പറയുന്ന പോലെ തന്നെ, ഒരു രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് ഒരു രണ്ട് സെറ്റ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അതിനകത്തുള്ള എല്ലാ എലമെന്റ്സും, സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിലെ എല്ലാ എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. അത്രേ ഉള്ളൂ ഒരു ഈക്വൽ സെറ്റിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു കാര്യം. ഒരു കണ്ടീഷൻ ആയിട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, എവറി എലമെന്റ്സ് ഇൻ സെറ്റ് എ ഈസ് മസ്റ്റ് ബി ഈക്വൽ ടു എവറി എലമെന്റ്സ് ഇൻ സെറ്റ് ബി. ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. സെറ്റ് 1 2 3 4 എന്ന് പറയുന്നത് സെറ്റ് എ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 2 1 4നെ സെറ്റ് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിലും ഉണ്ട്, സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് എയിലുണ്ട്. ഇത് രണ്ടും ഈക്വൽ. ഇതിനെയാണ് നമ്മൾ ഒരു ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനോട് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് എ ഈക്വൽ ടു ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒരു ഈക്വൽ സെറ്റിന്റെ ഒരു എക്സാമ്പിൾ. അതിന്റെ ജസ്റ്റ് ഒരു സിമ്പിൾ ടോപ്പിക് എന്ന് പറയാം. സെറ്റ് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു രണ്ട് സെറ്റ് തന്നിട്ട് അത് ഈക്വൽ ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ പറയും. അത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന കാര്യം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അത് പറഞ്ഞു നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് രണ്ട് സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6ന് താഴെ, 6ന് താഴെയുള്ളത് 2 3 5, ആകെ മൂന്നെണ്ണേ ഉള്ളൂ. അത് 2 3 5 നമ്മൾ എഴുതി. രണ്ടാമത്തേത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ദാറ്റ് ഡിവൈഡ്സ് 30. 30നെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് നമുക്ക് ചെയ്ത് നോക്കാം. 30 എന്ന് പറയുമ്പോൾ 3 3 2 5 3 2 5. നമ്മൾ നോക്കി കഴിഞ്ഞാൽ സെറ്റ് എയില് 3 എലമെന്റ് ഉണ്ട്, സെറ്റ് ബിയിലും 3 എലമെന്റ് ഉണ്ട്. സെറ്റ് എയിലെ 2, ബിയിലും ഉണ്ട് 3 5. അതായത് സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിലുണ്ട്. അത് തുല്യമാണ്, എണ്ണവും എല്ലാം കറക്റ്റ് ആണ്, ഈക്വൽ ആണ്. അപ്പം നമുക്ക് പറയാം സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ബി. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 5 സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് എ ബി സി ഡി ഇ. ഇനി ഇതിൽ ഏതൊക്കെ പെയറാണ് ഈക്വൽ സെറ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തത് നമുക്ക് ഓരോന്ന് എഴുതാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 0 നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് സെറ്റ് ബി. സെറ്റ് ബി എന്ന് പറയുമ്പോൾ അതിന് കണ്ടീഷൻ തന്നിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആയിരിക്കണം, എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ നമുക്ക് ഇല്ല, അതായത് നോട്ട് പോസിബിൾ ആണ്. അപ്പൊ ഇതൊരു എം ടി സെറ്റ് ആണ്. എം ടി സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് 5 എന്നൊരു ലെറ്റർ ഉപയോഗിക്കുന്നത്. ഇതൊരു ഗ്രീക്ക് ലെറ്റർ 5. അല്ലെങ്കിൽ ജസ്റ്റ് എലമെന്റ് ഒന്നും ഇല്ലാത്ത ബ്രാക്കറ്റ്സ് ഇട്ടാലും മതി. നമ്മൾ ജസ്റ്റ് ഇപ്പം 5 എഴുതുന്നു. അടുത്തത് സെറ്റ് സി. സെറ്റ് സിയില് എക്സ് such that x minus 5 equal to 0. അപ്പം x is equal to 5. നമുക്ക് ഡയറക്റ്റ് ആണ് എഴുതാം. സെറ്റ് ഡി. ഡിയില് x square equal to 25. x square equal to 25 എന്ന് പറയുമ്പോൾ x is equal to plus or minus 5. കാരണം minus 5ന്റെയും plus 5ന്റെയും റൂട്ട് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് 25 തന്നെ കിട്ടും. അപ്പം x is equal to minus 5 plus 5. അതുകൊണ്ട് സെറ്റ് minus 5 plus 5. ഇനി സെറ്റ് ഡി അല്ല ഇ. സെറ്റ് ഇയില് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈക്വൽ ടു 0. ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറിന്റെ പോസിറ്റീവ് ഇന്റഗ്രൽ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റീജർ ആയിരിക്കണം ഇതിലെ എക്സ്. നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാം.
x is equal to minus b plus or minus root of b square minus 4ac by 2a. General equation. Minus b 2 plus or minus root of b square minus 4ac. A എന്ന് പറയുന്നത് 1, c minus 15. Minus 15 into 4 60. അപ്പം plus 60 divided by 2a. 2 into 2 എന്ന് വരും is equal to 2 plus or minus root of 64 8 divided by 2. ഇനി ഇതിനിപ്പോ രണ്ട് വാല്യൂ വരും 2 plus 8 ഉം 2 minus 8 ഉം. ഇപ്പൊ 2 plus 8 by 2 എന്ന് പറയുമ്പോൾ 5 ഉം 2 minus 8 by 2 അതായത് minus 6 by 2 minus 3 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. പക്ഷെ നമ്മൾ പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് ഇന്റീജർ ആയിരിക്കണം. പോസിറ്റീവ് ഇന്റീജർ എന്ന് പറയുമ്പോൾ 5 മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സെറ്റില് 5 മാത്രമേ എലമെന്റ് ആയിട്ടുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് 0 ആയി, ഒരെണ്ണം പോലും സെറ്റ് 0 ആയിട്ടില്ല. ബി 5 എം ടി സെറ്റ് ആണ്, അത് വേറെ ഒന്നിനും നോക്കിയാൽ എം ടി സെറ്റ് നമുക്ക് ഉറങ്ങാനില്ല. പക്ഷെ സി നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് എലമെന്റ് 5 മാത്രം 5, ഇയിലും 5 5, ഇത് രണ്ടും ഈക്വൽ സെറ്റ് ആണ്. ഇനി ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ -5 ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഈക്വൽ ആണെന്ന് പറയാമായിരുന്നു. ഇനി നമ്മൾ ചോദിച്ചിരുന്നത് ഈക്വൽ പെയർ ആണ്. ഇതിനകത്ത് ആകെ പറയാവുന്നത് സെറ്റ് സി ഈസ് ഈക്വൽ ടു സെറ്റ് ഇ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് ആകെ കിട്ടാവുന്ന ഒരു പെയർ. അന്നേരം ഇത്ര ഉള്ള ഈ ടോപ്പിക് എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് കുറെ കണ്ടീഷൻ തരും, അതിൽ നിന്ന് നമ്മൾ സെറ്റ് നമ്മൾ ഉണ്ടാക്കി എഴുതണം. ഇതുപോലെ സെറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി എടുത്തിട്ട് ആ സെറ്റുകളിൽ തന്നേക്കുന്നത് ഏതൊക്കെയാണ് ഈക്വൽ ചെക്ക് ചെയ്ത് നോക്കുക. എ ബി സി ഡി ഇ ഇതിൽ ഏതൊക്കെ തമ്മിലാണ് ഈക്വൽ ആയിട്ട് വരുന്നത്, ഈക്വൽ ആയി വരുന്ന പെയർ. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ സിയും ഇയും ഈക്വൽ പെയർസ് ആണ്. പക്ഷെ എയോ ബിയോ ഡിയോ തമ്മിലോ വേറെ ഒന്നും തമ്മിലോ ഈക്വൽ വരില്ല. അതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്തു. ജസ്റ്റ് സിയും ഇയും മാത്രം ഈക്വൽ നമ്മൾ ഫൈനൽ ആയിട്ട് എഴുതി ആൻസർ കൺക്ലൂഡ് ചെയ്തു. ഇത്രേ ഉള്ളൂ. എന്താണ് ഈക്വൽ സെറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് ഉദാഹരണം തന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, കമന്റ് ആയിട്ട് ഇട്ടാലോ പേഴ്സണൽ ആയിട്ട് അയച്ചാലോ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തന്നേക്കുന്ന രണ്ട് ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, അലോയ്, ലോയൽ. ഇതുകൊണ്ട് ഈ വേർഡ്സിലെ ഓരോ ലെറ്റേഴ്സ് ആണ് ഓരോ സെറ്റും. ഇതില് എ എൽ എൽ ഒ വൈ എൽ ഒ വൈ എ എൽ ഇങ്ങനെയാണ് സെറ്റ് എക്സും വൈയും എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റും ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്തുകൊണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എ എൽ എൽ ഒ വൈ ഇതില് എൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ സെറ്റിലെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ആ സെറ്റിനെ മാറ്റമൊന്നും വരുന്നില്ല. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എ ഉണ്ട്, രണ്ട് എൽ ഉണ്ട്, ഒ ഉണ്ട്, വൈ ഉണ്ട്. പക്ഷെ നമ്മൾ സെറ്റിനെ എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്ത നമ്പർ സാധാരണ നമ്മൾ എഴുതാറില്ല. അതുകൊണ്ട് ഇതിനെ ചുരുക്കി എഴുതാൻ നമുക്ക് x is equal to a l o y എന്ന് എഴുതാം. കാരണം ഒരെല്ലും രണ്ടെല്ലും റിപ്പീറ്റ് ചെയ്തേക്കുന്ന ആയാലും ആ രണ്ട് സെറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ എടുക്കുവാണെങ്കിൽ y is equal to l o y a. ഇനി നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റിൽ 4 ഉണ്ട്, സെക്കൻഡിൽ 4 എലമെന്റ്സ് ഉണ്ട്. a l o y സെയിം എലമെന്റ്സ് തന്നെയാണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം x ഈക്വൽ ടു y. ജസ്റ്റ് നോക്കി ചെക്ക് ചെയ്ത് നേരെ എഴുതി. ഇത്രേ ഉള്ളൂ കാര്യം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് റിപ്പീറ്റ് ചെയ്ത വല്ല നമ്പേഴ്സ് ഉണ്ടെങ്കിൽ
അതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ സെറ്റ് നമ്മൾ എഴുതാൻ. ഇല്ലെങ്കിൽ കുഴപ്പം എഴുതിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ സാധാരണ രണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എഴുതാറുള്ളൂ. ഇല്ലെങ്കിലും കറക്റ്റ് തന്നെയാണ്, പക്ഷെ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു എഴുതി, വൈ ഈക്വൽ ടു എഴുതി, എക്സ് ഇസ് ഈക്വൽ ടു വൈ, ഉത്തരം കിട്ടി. ജസ്റ്റ് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. രണ്ട് സെറ്റ് എഴുതുക, ആ സെറ്റിലെ രണ്ട് എലമെന്റ്സും എത്ര എലമെന്റ്സ് ഉണ്ട്, ആ എലമെന്റ്സിലെ തന്നിരിക്കുന്ന സെറ്റ് എയിലെ എലമെന്റ്സും സെറ്റ് ബിയിലെ എലമെന്റ്സും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഈസ് ഈക്വൽ ടു എഴുതി വെക്കുക, അത്രേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക് അതുകൊണ്ട് തീരും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഈക്വൽ സെറ്റ് എന്താണെന്ന് കണ്ടു. ഇനി അടുത്ത ടോപ്പിക് സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ രണ്ട് സെറ്റ് എടുക്കുക, സെറ്റ് എ സെറ്റ് ബി. സെറ്റ് എ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ബി നമ്മുടെ ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിലെ റോൾ നമ്പർ. സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് എയിലും ഉള്ള എലമെന്റ്സ് തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞറിയാം. 1 തൊട്ട് 50 വരെയുള്ള എല്ലാ എലമെന്റ്സും നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് എയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സെറ്റ് എന്റെ ഒരു പോർഷൻ ആണ് നമ്മൾ സെറ്റ് ബി ആയിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന എലമെന്റ്സിനെ സെറ്റുകളെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആവണമെന്ന് പറയണമെങ്കിൽ സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കണം. A set A is said to be a subset of set B if every element in set A also belongs to the set B. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. സെറ്റ് എനെ നമ്മൾ 1 3 5 9 11 എടുത്തു. ഇനി സെറ്റ് ബി യെ നമ്മൾ 3 11. ഇതിലെ എല്ലാ എലമെന്റ്സും ഇതിലില്ല, പക്ഷെ സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് എയിലും ഉണ്ട്. അതായത് സെറ്റ് ബിയിലുള്ളത് 3 11, അത് രണ്ടും സെറ്റ് എയിലുണ്ട്. അന്നേരം സെറ്റ് ബി യെ നമ്മൾ സെറ്റ് എയുടെ സബ്സെറ്റ് ആയിട്ട് പറയും. അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആണ്. അതിന് നമ്മളിപ്പം ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ബി ഈസ് സബ്സെറ്റ് ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്. B is the subset of A എന്നാണ്. ഒരു യു സൈഡിലേക്ക് തിരിച്ചു വെച്ചേക്കുന്ന പോലെ. ഇനി നമ്മൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് സബ്സെറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു സെറ്റ്, ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബി മറ്റേ സെറ്റിൽ ഉണ്ടെങ്കിൽ ആ സെറ്റ് എ നമ്മൾ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയും. അത്രേ ഉള്ളൂ സബ്സെറ്റ്. നമ്മളിപ്പം ഇവിടെ തന്നേക്കുന്നത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 4 സെറ്റ് തന്നിട്ടുണ്ട്, 5A B C. എന്നിട്ട് 5B 5C ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിന് ഈ 5B ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അതിനിടയ്ക്ക് നമ്മൾ സബ്സെറ്റ് ആണ് എന്നുള്ളതിനുള്ള ഈ ചിഹ്നവും സബ്സെറ്റ് അല്ല എന്നുള്ളതിന്റെ ചിഹ്നവും നമ്മൾ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ 5ഉം എയും നോക്കുക. എ എന്ന് പറയുന്ന സെറ്റ് 5ഉം ബിയും, ബി എന്ന് പറയുന്ന സെറ്റ് 1 5 9. 5 എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സെറ്റാണ്. എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അത് ഏത് സെറ്റ് ആണെങ്കിലും ആ എല്ലാ സെറ്റുകളുടെയും ഏത് സെറ്റ് എടുത്താലും അതിന്റെ എല്ലാത്തിന്റെയും സബ്സെറ്റ് ആയിരിക്കും 5. അങ്ങനെ പറയുമ്പോൾ ബിയുടെ സബ്സെറ്റ് ആണ് 5. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഈ സിമ്പിൾ സബ്സെറ്റിന്റെ സിമ്പിൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് എയും ബിയും. എ എന്ന് പറയുന്നത് 1 3, ബി 1 5 9. 1 എന്ന എലമെന്റ് ബിയിലുണ്ട്, പക്ഷെ 3 എന്ന് പറയുന്ന എലമെന്റ് ബിയിലില്ല. അപ്പം എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോട്ട് എ സബ്സെറ്റ് സിമ്പിൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് എയും സിയും. എയില് 1 3 ഉണ്ട്, സിയിലും 1 3 ഉണ്ട്. അന്നേരം എ സിയുടെ സബ്സെറ്റ് ആണ്, അതുകൊണ്ട് ആ സിമ്പിൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അടുത്തത് ബിയും സിയും. ബിയില് 1 5 9, സിയില് 1 ഉണ്ട് 5 ഉണ്ട് 9 ഉണ്ട്. അതുകൊണ്ട് ബി സിയുടെയും സബ്സെറ്റ് ആണ്. ഇത്രേ ഉള്ളൂ. 5 എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സെറ്റ് തന്നിട്ട് ആ സെറ്റ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഈ സെറ്റുകൾ നോക്കി എഴുതുക, അത്ര നമ്മൾ ഉദ്ദേശിച്ചോളൂ.
5 എം ടി സെറ്റ് ആണ്. എം ടി സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. ആദ്യത്തേത് ഫൈയും ബിയും ആണ്. 5 എം ടി സെറ്റ് ആയതുകൊണ്ട് വേറെ ഏത് സെറ്റ് തന്നാലും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും 5. അടുത്തത് എയും ബിയും. എ എന്ന് പറയുന്നത് 1 3, ബി 1 5 9. ഇതിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഇല്ല, അതുകൊണ്ട് സബ്സെറ്റ് അല്ല. അതുകൊണ്ട് നോട്ട് എ സബ്സെറ്റ് എന്ന് നമ്മൾ കൊടുത്തു. അടുത്തത് എയും സിയും. എ 1 3 5 1 3, സി 1 3 5 7 9. ഇതിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. എ അതുകൊണ്ട് സിയുടെ സബ്സെറ്റ് ആണ്. ബിയും സിയും എടുത്തു കഴിഞ്ഞാൽ ബിയിൽ 1 5 9, സിയിൽ 1 3 5 7 9. അപ്പൊ ബിയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ട്, അതുകൊണ്ട് ബിയുടെ സബ്സെറ്റ് ആണ് സി. ഇത്രേ ഈ ഒരു ക്വസ്റ്റിനോട് പറയുന്നുള്ളൂ. ഇനി ഒരു ടൈപ്പ്. ഇനി ഇങ്ങനത്തെ ടൈപ്പ് അല്ലാതെ വേറെ പല ടൈപ്പ് ക്വസ്റ്റിനും വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ തന്നിരിക്കുന്നത് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. എ എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു വോവൽ സൗണ്ട്സ്. ബി എന്ന് പറയുന്നത് എ ബി സി ഡി ഫസ്റ്റ് 4 ആൽഫബറ്റ്സ്. നമ്മൾ ചോദിച്ചതിന് ഇത്രേ ഉള്ളൂ, എ ബിയുടെ സബ്സെറ്റ് ആണോ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിൽ ഉള്ള എല്ലാ എലമെന്റ്സും ബിയിൽ വേണം. എയിനകത്ത് 5 എലമെന്റ്സ് ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് വേറെ വേറെ എലമെന്റ്സ് ആണ്. അത് എ ഇതിലുണ്ട്, പക്ഷെ ഇ ഐ ഒ യു ഈ 4 എലമെന്റ്സും ബിയിൽ ഇല്ല, അതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റ് അല്ല. രണ്ടാമത്തെ ചോദ്യം, ബി എയുടെ സബ്സെറ്റ് ആണോ എന്നാണ്. ബിയില് എ ഉണ്ട്, ഇതില് എ ഉണ്ട്, പക്ഷെ ബാക്കി ബി സി ഡി ഈ 3 എലമെന്റ്സ് സെറ്റ് എയിലില്ല, അതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റും അല്ല, ബി എയുടെ സബ്സെറ്റും അല്ല. ഇതാണ് നമ്മൾ ചോദിച്ചിരുന്നത്, എ ബിയുടെ സബ്സെറ്റ് ആണോ ബി എയുടെ സബ്സെറ്റ് ആണോ? ആണെങ്കിലും അല്ലെങ്കിലും കാരണം എന്ത്? എഴുതേണ്ട എത്ര ഉള്ളൂ, എ ബിയുടെ സബ്സെറ്റ് അല്ല, കാരണം എയിലെ എല്ലാ എലമെന്റ്സും ബിയിലില്ല. എ ഉണ്ട്, ബാക്കി ഇ ഐ ഒ യു ഇല്ല. ഇനി നേരെ മറിച്ച് ബിയുടെ കേസ് എടുത്താൽ ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ, കാരണം എ ഉണ്ട്, പക്ഷെ ബാക്കി ബി സി ഡി എന്ന് പറയുന്ന ബാക്കി 3 എലമെന്റ്സും സെറ്റ് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ എ ബിയുടെ സബ്സെറ്റും അല്ല, ബി എയുടെ സബ്സെറ്റും അല്ല. ഇത്രയും സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ജസ്റ്റ് എലമെന്റ്സ് എഴുതുക, എന്നിട്ട് ആ എലമെന്റ്സ് തമ്മിൽ രണ്ട് സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ സബ്സെറ്റ് ആണ്, ഇല്ലെങ്കിൽ സബ്സെറ്റ് അല്ല. സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പർ എന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ വെച്ചാണ്. അതിന്റെ സബ്സെറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 4 സബ്സെറ്റുകളാണ്: നാച്ചുറൽ നമ്പേഴ്സ്, ഇററാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്. ആദ്യം നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിനെ ലെറ്റർ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൗണ്ടിങ് നമ്പേഴ്സ് ഫ്രം 1 to infinity, 1 2 3 4 etc. ഇൻഫിനിറ്റി. ഇന്റിജേഴ്സിനെ നമ്മൾ z എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. z is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്, പക്ഷെ എലമെന്റ്സ് എന്ന് പറയുന്നത് -3 -2 ഇതിന്റെ നെഗറ്റീവ് സൈഡ് കൂടെ വരും, അത്രേ ഉള്ളൂ. ഇൻഫിനിറ്റി തൊട്ട് -3 -2 -1 0 1 2 3 എക്സെട്ര ഇൻഫിനിറ്റി. ഇനി റാഷണൽ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ Q വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. എലമെന്റ്സ് p/q ഫോമിലായിരിക്കണം. പിയും ക്യൂവും ഇന്റീജേഴ്സ് ആവണം, പക്ഷെ Q 0 ആകരുത്, കാരണം ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് Q നോട്ട് ഈക്വൽ ടു 0. ഇനി അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാത്തിനെയും പറയുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ്. അങ്ങനെ വരുമ്പോൾ അത് ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വേർ x belongs to x such that x belongs to r. റിയൽ നമ്പേഴ്സ് ആയിരിക്കണം, പക്ഷെ അത് റാഷണൽ നമ്പർ ആവാൻ പാടില്ല. നമ്മൾ ഓരോന്നിനും ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പറിന് 1 സെറ്റ് അല്ല, നമ്മള് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ -1 1 2 5/2 11/2 7/3 ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇന്റീജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 -1 3 5 -7 11 9 -9 ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇററാഷണൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസ് പറയുന്നത്
3, root 5, root 7, etc. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3, 4, etc. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകൾ. നാച്ചുറൽ നമ്പർ, ഇന്റീജർ, റാഷണൽ നമ്പർ, ഇററാഷണൽ നമ്പർ. ഇത് നാലും മെയിൻ ആയിട്ടും മിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ പറയുന്നതാണ്. ഇനി മുന്നോട്ടുള്ള ചാപ്റ്ററുകളിൽ റിലേഷൻ ഫംഗ്ഷൻ ഒക്കെ ചാപ്റ്ററുകൾ, അങ്ങനത്തെ കുറെ ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഈ സെറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഇത്രയും ചാപ്റ്റർ ആണ്, കണ്ടന്റ് ആണ് നമ്മൾ തീർക്കുന്നത്. ഇനി ബാക്കി കണ്ടന്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.